എന്നിൽ നിന്ന് ഒഴുകേണ്ട പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള് എന്നിൽ നിന്ന് ഒഴുക്കാതിരുന്ന നിമിഷങ്ങള് കർത്താവേ, അങ്ങ് എന്റെ ജീവിതത്തെ കാണുന്നുണ്ടല്ലോ കർത്താവേ. എനിക്ക് തെറ്റുപറ്റി. എന്റെ പിഴ എന്റെ മാത്രം പിഴയെന്ന് ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ. ജീവിതത്തിൽ കർത്താവേ, അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രഘോഷിക്കേണ്ട ഞാൻ പ്രഘോഷിച്ചില്ല. അവിടത്തേക്ക് സാക്ഷ്യം നൽകേണ്ട മേഖലകളില് ഞാൻ എന്നെ തന്നെ കൊടുത്തില്ല കർത്താവേ. അവിടുത്തെ ആരാധിക്കേണ്ട നിമിഷങ്ങള് ഞാൻ അവിടുത്തെ ആരാധിച്ചില്ല. ദൈവമേ, എന്റെ ജീവിതത്തിലേക്ക് നോക്കിയാല് നിന്നിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങള് ഒത്തിരിയാണ് കർത്താവേ. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ, യേശുവേ, ആ കുരിശിലേക്ക് നോക്കുമ്പോൾ എന്റെ പാപങ്ങളാണ് കുരിശിലേറ്റെടുത്തിരിക്കുന്നത്. ബുദ്ധിയിലും യുക്തിയിലൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ തള്ളിക്കളഞ്ഞ നിമിഷങ്ങളുണ്ട് കർത്താവേ. എന്റെ കണ്ണ് കർത്താവെ, അങ്ങ് നൽകിയ കണ്ണുകള് അങ്ങേക്ക് വേണ്ടി ജീവിക്കേണ്ട കണ്ണുകള് അങ്ങേക്ക് വേണ്ടിയല്ല, എന്റേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പാപത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. കർത്താവെ, എന്റെ കാതുകള് പലപ്പോഴും എന്റേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിതാ ഉപയോഗിച്ചു കർത്താവെ. നിന്റെ വചനം കേട്ടപ്പോഴും നിന്റെ സ്വരം കേട്ടപ്പോഴും ഞാൻ എന്റെ കാതടച്ചു കളഞ്ഞു കർത്താവെ. എന്റെ നാവിൽ നിന്നും വീണ ഓരോ വാക്കും കർത്താവെ അങ്ങയുടെ വചനമായിരിക്കേണ്ടത്. പലപ്പോഴും കർത്താവേ, ഈ ലോകത്തിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചു. അനന്തരം കർത്താവ് കരം നീട്ടി എന്റെ ആദരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ചെറമിയ 1:8 അങ്ങ് വചനത്തിലൂടെ പറഞ്ഞല്ലോ, എന്റെ നാവ് കർത്താവെ അങ്ങയുടെ വചനമാണ് ഒഴുകേണ്ടത്. കർത്താവെ, എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിയ വാക്കുകള് എന്നെ തന്നെ തകർത്ത് കളഞ്ഞു. പാപത്താൽ കർത്താവെ എന്നെ മൂടിക്കളഞ്ഞു. സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണെന്ന് വചനം പറയുമ്പോൾ കർത്താവെ, എന്റെ സംസാരത്തിൽ എപ്പോഴും തെറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, ഇന്ന് ഈ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റം വിധിച്ച നാവാണ് കർത്താവേ. കർത്താവേ, എന്റെ നാവിലൂടെ മറ്റുള്ളവരെ ഞാൻ കുറ്റം വിധിച്ചു. ദൈവമേ, എന്റെ നാവിന്റെ പാപങ്ങൾ അന്ന് കാണുന്നുണ്ടല്ലോ കർത്താവേ. തേജോവധം, പരദൂഷണം വലിയ പാപമാണ്, കൊലയാണെന്ന് വചനത്തിലൂടെ പറഞ്ഞിട്ടും കർത്താവേ, ആ പാപത്തിന്റെ സുഖത്തിലൂടെ എന്റെ നാവിനെ ഞാൻ വിട്ടുകൊടുത്തു കർത്താവേ. ഇന്ന് കർത്താവേ, ഈ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്റെ പാപങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. യേശുവേ, ആ കുരിശിലെ ശിരസിൽ നിന്നൊഴുകിയ, ആ മൺമുറിയിൽ നിന്നൊഴുകിയ തിരുരക്തം എന്റെ കണ്ണുകളെ, എന്റെ കാതുകളെ, എന്റെ നാവിനെ കഴുകണമേ. എന്റെ ശിരസ് പൂർണ്ണമായിട്ടും യേശുവിന്റെ കുരിശിലെ ശിരസിനോട് ഞാൻ ചേർക്കുന്നു കർത്താവേ. ഇനിമേലിൽ ഞാൻ പാപം ചെയ്യില്ല തമ്പുരാനെ. ഇനിമേലിൽ ഞാൻ പാപം ചെയ്യില്ല തമ്പുരാനെ. എനിമിഷ്ടം ആത്മാർത്ഥമായിട്ട് യേശുവിന്റെ ശിരസ്സുമായിട്ട് നമ്മുടെ കണ്ണുകള്, കാതുകള്, നാവ്, നമ്മുടെ ശിരസ് പൂർണ്ണമായിട്ട് ചേരുമ്പോൾ നമ്മുടെ ബുദ്ധി, ചിന്തകളെല്ലാം യേശുവിൻ്റെതായിട്ട്, വിശുദ്ധിയുടേതായിട്ട് മാറാനായിട്ടൊന്ന് ആഗ്രഹിക്കാൻ. കർത്താവേ, നീ എന്നെ മാറ്റണമേ, നീ എന്നെ മാറ്റണമേ, വിശുദ്ധീകരിക്കണമേ. ഹൃദയത്തിൽ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. പാപത്തിന്റെ കെട്ട് നിറഞ്ഞ എന്റെ ശിരസിനെ കർത്താവേ നിന്റെ ശിരസാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നമ്മുടെ ശിരസിലൂടെ ഒഴുകിയ യേശുവിന്റെ കുരിശിലെ തിരുരക്തം നമ്മുടെ തോളലുകളിലൂടെ ഈ നിമിഷം ഇരു കരങ്ങളിലേക്ക് ഒഴുകുന്നതായിട്ട് കാണും.
ഇരു കരങ്ങളും കുരിശിലേശുവിന്റെ കരങ്ങളോട് ചേർത്ത്. പാപപങ്കിലമായ കരങ്ങളാണ് കർത്താവേ എന്റെ കരങ്ങള്. കർത്താവ് അനുഗ്രഹിക്കേണ്ട കരങ്ങള് അനുഗ്രഹിച്ചില്ല. നന്മ ചെയ്യേണ്ട കരം നന്മ ചെയ്തില്ല. സ്വർഗത്തിലേക്ക് ഉയർത്തേണ്ട കരം ഞാൻ ഉയർത്തിയില്ല. കർത്താവേ, ചെയ്യേണ്ട നന്മ എന്തെന്നറിഞ്ഞിട്ട് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു. എന്റെ കരത്തിന്റെ പാപങ്ങൾ ഒത്തിരിയാണ് കർത്താവേ. അങ്ങ് കാണുന്നുണ്ടല്ലോ നാഥാ. കുരിശില യേശുവിന്റെ കരങ്ങളോട് എന്റെ കരങ്ങൾ ചേരുമ്പോൾ എന്റെ പാപങ്ങളാണ് അങ്ങയുടെ കരങ്ങളിൽ ആടിയടിച്ചിരിക്കുന്നത്. എന്നോട് പൊറുക്കണമേ, എന്നോട് പൊറുക്കണമേ, എന്റെ ജീവിതത്തോട് പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ, അനുതാപത്തോടെ പ്രാർത്ഥിക്കാൻ. ദൈവമേ, അനുതാപത്തിന്റെ കൃപ പരിശുദ്ധാത്മാവിനെ അയച്ചെനിക്ക് നൽകണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ. ഈ നിമിഷമിത നമ്മുടെ തോളിലൂടെ ഒഴുകുന്ന യേശുവിന്റെ കുരിശിലെ രക്തം നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെയും ബാഹ്യ അവയവങ്ങളെയും കഴുകിക്കൊണ്ട് അരക്കെട്ടിന് കീഴെ വരെ ഒഴുകുന്നതായിട്ട് ഈ നിമിഷം മനസ്സിലൊന്ന് കാണും. നമ്മുടെ ശരീരത്തിലൂടെ യേശുവിന്റെ ആ കുരിശിലെ രക്തം ഒഴുകുമ്പോൾ നമ്മുടെ ശരീരം ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ